ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ശരണ്യല്ലാതെ ആദ്യമായിട്ട് ഞാനും ആര്യയും കൂടി പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. വേറെ ഒന്നും അല്ല, ഐശ്വര്യയുടെ ഹസ്ബൻഡ് ഇവിടെ ഡെൻ്റൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ എൻ്റെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചലോ നമുക്ക് പോവാം. മങ്കാഫ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് നോക്കാം. കെട്ടിയൻ്റെ അടുത്തല്ലേ പോകണം. അപ്പോൾ കുവൈറ്റിൽ സിന്ദൂരൊക്കെ തൊട്ടിട്ടുണ്ട്. എവിടെ നോക്കട്ടെ. അങ്ങനെ അവളെത്തി. അപ്പോൾ അവൾ ഇവിടെ സിന്ദൂരൊക്കെ തൊട്ട് നടക്കണ്ട ഹസ്ബൻഡിനെ കാണാൻ പോകുന്ന സന്തോഷം. എന്നാലും എൻ്റെ ബ്ലോഗിൽ നീ വരും. ഇന്ന് തന്നെ ഇടുവാണെങ്കിൽ എനിക്ക് ഇഷ്ടം. എനിക്ക് കുറേ ഇംപ്രഷൻ. അങ്ങനെ നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നു. ജസ്റ്റ് ഒന്ന് അവിടെ എത്തിയപ്പോഴേക്കും ബസ് വന്നു. സോ അതാണ് ആ ബസ്. അങ്ങോട്ട് ഒന്നും നോക്കിയില്ല, അങ്ങ് ചാടി കയറി പോവാൻ. മേളിൽ ആളുണ്ടോ? എപ്പോഴും മേളിൽ പോവാ. എടി പൈസ ഉണ്ടോ നിന്റെ കയ്യില്? ഗൈസ്, ഞങ്ങളുടെ കയ്യില് പൈസ ഇല്ല ഗൈസ്. അങ്ങോട്ട്. ആര്യ, നീ വണ്ടി ഓടിക്കാണ് ആര്യ? ഇവിടെ എന്നെ കാണാം. അയ്യോ, ചെറുതായിട്ട് ബ്ലോക്കാണ് ഗൈസ്. എവിടെ നമ്മളെവിടാ പോകുന്നേ? എങ്ങനെയാ പോകുന്നേ? അവളായിട്ട് റീൽസ് എടുക്ക്. അവക്ക് പരാതിയായിരുന്നല്ലോ. ഞങ്ങളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ബസ്സിൽ കുവൈറ്റിൽ യാത്ര ചെയ്യുന്നത്. നല്ലൊരു ഫീലാണ്. എന്താ പറയുക, ചുറ്റിലും കാഴ്ചയും കണ്ടങ്ങ് പോവുക. പക്ഷെ ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും എനിക്ക് ആർക്കും വലിയ പരിചയമൊന്നുമില്ല. പിന്നെ അവൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് വീക്കെൻഡിൽ പോകുന്നതുകൊണ്ട് അവൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒരുവിധം അറിയാം. ലൈക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവൾക്കറിയാം. പക്ഷേ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് മെമ്മറീസാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് മെമ്മറീസും കാര്യങ്ങളൊക്കെയാണ്. നാട്ടിൽ ചെറിയ സ്ഥലത്ത് പോകണമെങ്കിൽ വരെ നമ്മൾ ബസ്സിലൊക്കെയാണ് പോവാറ്. ടൂ വീലർ ഉള്ളവർ യൂസ് ചെയ്യുകയാണെങ്കിലും ഇവിടെ വരുമ്പോൾ ശരിക്കും നമ്മളെ തന്നെ നഷ്ടപ്പെടുവാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ നമ്മൾ അതിൽ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും നാടും വീടും കുടുംബവും കൂട്ടുകാരെല്ലാം മിസ് ചെയ്യും. അങ്ങനെ തന്നെ ഈ ഒരു ബസ് ട്രാവൽ എനിക്കുണ്ടായിരുന്നത് ഒരുപാട് മെമ്മറീസ്, ഒരുപാട് തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളിങ്ങനെ ബസ്സിന് പോകുമ്പോഴത്തേക്കും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു ഡെവലപ്ഡ് അല്ല. നമ്മൾ ഉള്ളിലേക്കാണ് താമസിക്കുന്നത്, കുവൈറ്റിൽ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്തോ ശരിക്കും നമ്മൾ കുവൈറ്റിലാണെന്നുള്ള ഫീൽ അപ്പോഴാണ് ഞങ്ങൾക്ക് വരിക. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ കുവൈറ്റിലാണെന്ന് ഒരു ഫീലും ഉണ്ടാവും. അങ്ങനെ നമ്മൾ പോയി. നല്ല രസമാണ് ബസ്സിലിങ്ങനെ പോകുമ്പോൾ. ലെഫ്റ്റ് സൈഡിൽ ഫുൾ ബീച്ചാണ്, റൈറ്റ് സൈഡ് നല്ല കുറേ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പോയ കാര്യങ്ങളൊക്കെ നടന്നു, അങ്ങനെ ഭംഗിക്ക് ചെയ്തു വന്നു. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും ശരണ്യനും കൂട്ടി പോകണം. അവളില്ല, അപ്പം ഞങ്ങൾക്ക് അതിൽ വിഷമമുണ്ട്. അങ്ങനെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെയാണ് ഈ ഒരു ബീച്ച്. എനിക്കറിയായിരുന്നു അവിടെ ബീച്ച് ഉണ്ടെന്ന് അവൾ പറഞ്ഞു.
പക്ഷേ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വെള്ളം ബീച്ചൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതിലുപരി എനിക്ക് എൻ്റെ ഫോട്ടോ ചില ഫ്രണ്ട്സിനെ ഞാൻ കുറേ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു വിഷമം, പെട്ടെന്നൊരു എന്തുണ്ടെങ്കിലും അവരുടെ അടുത്ത് പോകാറുണ്ട്. അവിടെ അവരായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി പോകലുണ്ട്. അങ്ങനെ അത് ഭയങ്കര ഒരു വിഷമമായിപ്പോയി ഇങ്ങനെ കണ്ടപ്പോൾ. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവരെ. അങ്ങനെ അടിപൊളി ബീച്ചാണ്. ഇതെല്ലാം കണ്ട് നമ്മളിങ്ങനെ പോവാണ്. അവിടെ എത്തി. പക്ഷേ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിൽ പോയി. നല്ല രസമാണ്. നാട്ടിലെ പോലെയൊന്നും അല്ല ഗൈസ്. ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ ബീച്ചിന് അവിടത്തേതായ ഒരു പബ്ലിക് മാനേഴ്സ് എല്ലാവരും കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. നാട്ടിലെ പോലെ ഒരു എന്താ പറയുക വേറൊരു രീതിയിലാക്കി എടുക്കുന്നില്ല. സിക്കൊന്നും എടുക്കുന്നില്ല. ഒന്ന് നിങ്ങൾക്ക് വേണ്ടി സിക്ക് എടുത്തേക്ക് മതി. മങ്കാഫിൽ ഒരു എവിടെയെങ്കിലും ഇറങ്ങാൻ ബാക്കിലേക്ക് ചാടുക. ഇറങ്ങാൻ പറ്റുന്ന സ്പോട്ട് ഉണ്ടോ ഗായ്സ്? അങ്ങനെ നമ്മൾ മങ്കാഫിലെത്തി ഗായ്സ്. അങ്ങനെ മങ്കാഫിലെത്തി. അവിടെ ഹസ്ബൻഡിനെ ഞങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. മങ്കാഫിൽ നിന്ന് ഒരു ഇച്ചിരി ഫ്രണ്ടിൽ നടക്കുമ്പോഴാണ് അവരുടെ സ്ഥലമുള്ളത്. ഭയങ്കര വെയിലാണ്, പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ തണുപ്പുമാണ്. അതെ, മങ്കാഫ് 100 മീറ്റേഴ്സ്. ഞങ്ങളങ്ങനെ ഫ്രണ്ടിലേക്ക് നടക്കുക. അതേ എത്തി. അപ്പോൾ ഹസ്ബൻഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഹസ്ബൻഡ് മുകളിൽ നിന്ന് ഇറങ്ങി വന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ പോകുന്നത് ബീച്ചിലേക്കാണ്. അവര് നെറ്റിൽ കിസ് ചെയ്യുന്ന ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ. അങ്ങനെ സേവ് ദ ഡേറ്റ് ഫോട്ടോസൊക്കെ വേണമെന്ന് പറഞ്ഞ് അവരുടെ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കൊടുത്തു. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് ഒരു എൻട്രി ചെയ്യാണ്. എന്താണ്ട് ഒരു സീ ക്ലബ്ബ് അവിടെ നമ്മൾ പോയി. അവർക്ക് അടുത്താണ്, പക്ഷെ അടുത്തായതുകൊണ്ട് അവരങ്ങനെ പോകാറൊന്നുമില്ല. ഫഹാഹിൽ സീ ക്ലബ്ബ്. മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്താൽ മതി. ഫാമിലിയൊക്കെയാണ് വൈകുന്നേരം വരുന്നത്. ഫാമിലി വരുന്നു, ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കുന്നത്. ഞങ്ങൾ പോയപ്പോൾ നോമ്പിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ വൈകുന്നേരം നോമ്പ് തുറക്കി അവരവിടെ വന്നിരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന നോമ്പ് തുറ ഭക്ഷണങ്ങളൊക്കെ കണ്ടോ. എന്തൊരു പീസ്ഫുള്ളാണെന്നറിയോ, നല്ല പീസ്ഫുള്ളാണ്. പബ്ലിക് മാനേഴ്സ് ഉണ്ട് എല്ലാവർക്കും, നല്ല വൃത്തിയാണ്. നമ്മൾ പോവുക. ഈ തെങ്ങ് നല്ല രസമുണ്ട് ഇങ്ങനെ അല്ലേ? തെങ്ങാണോ ഇത്? ഇതെന്തുവാ, പനയാണോ? കൊള്ളാടി, ഇഷ്ടപ്പെട്ടടി. അതേടി, നന്ദി ഉണ്ടാവടി. നന്ദിയും കടപ്പാടോട്ടറി. അയ്യോ, ഒരു ഫോട്ടോ വെച്ച് ഫീല്. എൻ്റെ ഫോട്ടോ വെച്ചില്ല ചങ്സിനൊക്കെ മിസ് ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് വ്ളോഗ് ചെയ്തിട്ട്. ഏത് ബീച്ച് ആര്യ? മങ്കാഫ് ബീച്ചിലാണ്. ഇത് സെൽഫി അല്ല, ബീച്ച് കിട്ടുന്ന രീതിക്ക് എടുക്കണ്ടേ? നമ്മൾ 4 പേര് നടക്കുന്നു. എന്നാ പൊക്ക വന്നാല്. അയ്യോ, എന്ത് ഭംഗിയാ കൊച്ചിനെ കാണാൻ വേണ്ടിട്ട്. ആര്യമോൾ മൊത്തം മണ്ണായി. ആര്യമോൾ ഇങ്ങനെ നടക്കണ്ടേ? ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ 2 കുട്ടികളൊക്കെ ആയിട്ട് ഒക്കത്ത് വേണ്ടടി. ഒരെണ്ണം. ഇവിടെ ഒരുത്തി വന്നേക്കുന്നതേ 3 4 കപ്പാസിറ്റി അനുസരിച്ച് പോവാം. ഇതൊന്നും എടുത്ത് ബ്ലോഗ് ആക്കരുത്. എനിക്ക് പിന്നെ കല്യാണമേ നടക്കൂല. മണ്ണായിട്ട് പറഞ്ഞ് ഞാനിപ്പോ കടലിൽ ചാടി അങ്ങ് ചാവും. എനിക്ക് മടുത്തു ജീവിതം. ശരി, അങ്ങോട്ട് കര കാണുന്നോണ്ടാടി നീ മുങ്ങിപ്പോലും. ഞാൻ എന്തായാലും പോവാണ് ഗൈസ്. അപ്പൊ പോകുമ്പോ കുറച്ച് റിച്ച് ആയിട്ട് പോവാം. ഓസിയിലെ ഗ്ലാസ് പൊക്കോ.
ഒരു ഫുഡ് കഴിച്ചില്ല, നിങ്ങൾ വന്നിട്ട് കഴിക്കുന്നുള്ളൂ, വാടി വേഗം എന്നൊക്കെ. അത് കഴിച്ചു. പിന്നെ എടി കപ്പിൾസിന്റെ ഇടയ്ക്ക് നിനക്ക് എന്താ കാര്യം? അതെ, ഒരു കുഴപ്പവും ഇല്ല, ഒരു കുഴപ്പം. ഞാൻ ഗോവ കണ്ടിട്ടില്ല അടി. ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്. നാട്ടിൽ പോകുമ്പോ ഫോട്ടോ അല്ല വേണ്ടേ? എടുത്തു മതി, അടിപൊളി ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്റെ ഫോട്ടോ പോലും നീ അങ്ങനെ എടുത്തിട്ടില്ല. വെളുപ്പിനും ബീച്ച് കാണും, ഈ വെള്ളം ശരിക്കും ബ്ലൂ കളറിലാണ്. അങ്ങനെ ഇവിടെ വന്നതിൻ്റെ ഓർമ്മയായിട്ട് കുറേ ചിപ്പികളുണ്ടായിരുന്നു. ആ ചിപ്പികളൊക്കെ ഓർമ്മയ്ക്കായി 4-5 വെറൈറ്റീസ് വന്ന് ഞാനൊരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഓർമ്മയാണ്. എന്തായാലും കുവൈറ്റിൽ തന്നെ ജീവിക്കാൻ പോകുന്നില്ലല്ലോ, നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഓർമ്മയ്ക്കായി കുറച്ച് ചിപ്പികളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരണ്യക്കും വേണ്ടിയിട്ടും കൂടി ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ശരണ്യക്ക് ഞാൻ കൊടുത്തായിരുന്നു. ശരണ്യോട് സൂക്ഷിച്ച് വെക്കാൻ പറഞ്ഞിട്ട്. എത്ര കേടി വേണമെന്ന് ആദ്യം നോക്കണം, വിസ എത്രയാവുന്നു ആദ്യം നോക്കണം. കിട്ടുന്നതേ ഇച്ചിരി ചോളം കോടി കേടി കോടിന്ന്. ആരാ ഈ പറയുന്നേ? ഫുഡ് കഴിച്ചിട്ട് ഇട്ടിട്ട് പോയതായിരിക്കും. ഇതോ കുഞ്ചു കൈസ് കണ്ടിട്ടില്ല. ഇത് ഫ്രഷ് ആയിരുന്നായിരിക്കും. നമ്മൾ അങ്ങനെ തിരിച്ചു പോകും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതിൻ്റെ ആവശ്യം എന്തിരിക്കും ഗൈസ്. ഹലോ, ഞങ്ങൾ ഇത്രയും നേരം ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു ഞങ്ങളുടെ ലൈഫിനെ കുറിച്ച്. എൻ്റെ ലൈഫ് 3G ആയിരിക്കും, നിൻ്റെയോ? 3G. അപ്പം ഞങ്ങളുടെ ലൈഫിൻ്റെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. രണ്ട് കപ്പിൾസിനെ ഞങ്ങൾ അങ്ങ് അറ്റത്ത് ഇരുത്തിയിട്ടുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവര്. എവിടെയാണ് അവര് പ്രണയ സല്ലാപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എവിടെയാടി? അതാണ് അങ്ങ് അവിടെ അങ്ങ് അറ്റത്ത്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗൈസ് രണ്ടുപേരും കൂടെ മാത്രം പുറത്തിറങ്ങുന്നത്. ഞങ്ങളുടെ 3 പിള്ളേരെ ഞങ്ങൾ ഇട്ടിട്ടാ വന്നിരിക്കുന്നത്. അതെ, ജിറ്റോ, ഷിജിൻ, ശരണ്യ. മിസ്സു ഗൈസ്. ശരണ്യ മോള് പാവം ഞങ്ങളെ കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ശരണ്യ കാത്തിരിക്കുകയാണ്. ജിറ്റോ എന്ത് ചെയ്യണടി? ജിറ്റോ ഇന്നലത്തെ ഹാങ് ഓവർ അടിച്ച് സെറ്റായി പറ്റായിട്ട് റൂമിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഹാങ് ഓവർ മാറാൻ വേണ്ടി കിടക്കുന്നു. ഞങ്ങളുടെ ഷിജിൻ കൊച്ചാണെങ്കിൽ കൗണ്ടറിൽ നിന്ന് അടിച്ചടിച്ച് ജസീറ പാസഞ്ചറെ ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരണ്യാണ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഫുഡ് പോലും കഴിക്കാതെ. ഞങ്ങളാണെങ്കിൽ ഇവിടെ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പുറത്ത് വന്നിട്ട് സോ എക്സൈറ്റഡ്. ബീച്ചും കണ്ടിരിക്കുക. അപ്പം നമ്മൾ തിരിച്ചു പോകും ഗൈസ്. അപ്പോൾ ബൈ ബൈ. അത് തന്നെ കാര്യ ഡോൾഫിൻ സൂപ്പർ ഗൾഫ് ക്രാഫ്റ്റ്. ബ്ലോഗിൻ്റെ വൈൻഡപ്പൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി പച്ചപ്പുല്ലുകൾ. അങ്ങനെ നമ്മൾ വന്നു പല്ലിൻ്റെ കാര്യങ്ങൾ നോക്കി ശരിയാക്കി. പിന്നെ നമ്മൾ ബീച്ചിൽ പോയി അവിടെ കുറേ നേരം ഫോട്ടോ വീഡിയോസ് എടുത്ത് തിരിച്ച് നമ്മൾ ബസ്സിൽ കയറി ഞങ്ങൾ 3 പേര് പോവാണ്. എനിക്ക് എത്തിയിട്ട് ഷിഫ്റ്റിന് പോകണം. ഓൾമോസ്റ്റ് 1/2 മണിക്കൂർ സമയം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എത്തി. അപ്പോൾ ബൈ.